ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അൽഫായിസീൻ ബിറല്ലാഹി അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. വേദിയിലെ ആദരണീയരായ നേതാക്കൾ, ഈ യോഗാധ്യക്ഷൻ ബഹുമാന്യനായ സയ്യിദ് ഫൈസൽ തങ്ങൾ ജീലാനി, ആമുഖ ഭാഷണം നടത്തിയ എം പി കടുങ്ങല്ലൂർ, ഇസ്ഹാഖ് ഫൈലി, സുന്നി ജനറൽ സംഘത്തിൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, SOEസിൻ്റെ സംസ്ഥാന ട്രഷറർ എം ബരി സാഹബ്, സമസ്ത എംപ്ലോയീസ് യൂണിയൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് മുസ്തഫ മാസ്റ്റർ മുണ്ടുവാറ, സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഫൈലി പേരാൽ, സമസ്ത ലീഗൽ സെല്ലിൻ്റെ കൺവീനർ കുഞ്ഞിമോൻ ഹാജി, വേദിയിലെ ബഹുമാന്യനായ സത്താർ പന്തല്ലൂർ ഉൾപ്പെടെയുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട അഹ്ലുസുന്ന വൽ ജമാഅയുടെ കർമ്മധീരരായ പ്രവർത്തകർ, പടച്ച തമ്പുരാൻ ഈ ഒരു സംഗമം നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിച്ചു തരികയും നമ്മെ ഈ പാതയിലേക്ക് അടിയുറപ്പിച്ച് നിർത്തുകയും ചെയ്ത പൂർവ്വസൂരികളായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ, മശായിഖന്മാർ, സാദാത്തുക്കൾ, പടച്ച തമ്പുരാൻ മരണപ്പെട്ടു പോയവർക്ക് ബർസഖിയായ ലോകത്ത് ദർജ നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർക്ക്, നേതാക്കൾക്ക് പടച്ച തമ്പുരാൻ ആഫിയത്തോടുകൂടി ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മോട് ബന്ധപ്പെട്ട ആളുകൾ, മരണപ്പെട്ടു പോയവർക്ക് പടച്ച തമ്പുരാൻ മഗ്ഫിറത്തും മർഹമത്തും ചൊരിയട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. കേവലം ഒരു വൈകാരികമായ ഒരവസ്ഥയുള്ള പ്രതിഷേധമല്ല ഇത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായ കൃത്യമായ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ കേരളീയ മുസ്ലിം ഉമ്മത്തിന് ആ ഒരു രൂപത്തിൽ സിറാത്തുൽ മുസ്തഖീമിലൂടെ, ഋജുവായ പാതയിലൂടെ സഞ്ചരിക്കാൻ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ പ്രാപ്തരാക്കിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. പടച്ച തമ്പുരാൻ ലോകം സൃഷ്ടിച്ചിട്ട് 1.25 ലക്ഷത്തോളം വരുന്ന അംബിയ മുർസലുകളെ ലോകത്തേക്ക് അയക്കുകയുണ്ടായി. അത് റബ്ബിൻ്റെ കലിമത്തു തൗഹീദ് അത് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് അംബിയ മുർസലുകളെ ലോകത്തേക്ക് പടച്ച തമ്പുരാൻ നിശ്ചയിച്ചത്. അവരുടെ തുടർച്ചയായി അവസാനത്തെ പ്രവാചകർ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഉമ്മത്ത്, അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരന്മാരും താബിയുകളും താബിയുകളും പഠിപ്പിച്ചു തന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം എത്തിയ ഒരു പ്രദേശം എന്നുള്ള നിലക്ക് ഈ കേരളത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഔന്നിത്യം അത് വാനോളം ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ അത് ഈ പോയ കാലഘട്ടത്തിൽ ജീവിച്ച പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ രൂപീകരണമാവുന്നതിന് മുമ്പുള്ള മഹദൂമികൾ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരാണ് ഈ കേരളക്കരയിൽ ഇന്നീ തരത്തിലുള്ള ചലനങ്ങൾ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഹേതുവായത്. ബ്രിട്ടനും ഫ്രാൻസും പോർച്ചുഗലും കൂടി ഈ ഇന്ത്യയെ ഞെരുക്കി കോളനിയാക്കി ഭരിക്കുന്ന ഒരവസരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു മൂവ്മെൻറ്റിൽ, അന്ന് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് പരിശുദ്ധ ദീനിന് കോംപ്രമൈസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്
ബഹുമാന്യനായ വരക്കൽ സെയ്ദ് അബ്ദുറഹ്മാൻ ബാ അലവി മുല്ലക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെയും ആ കാലഘട്ടത്തിലെ ഏറ്റവും തഖ്വയുള്ള സാദാത്തുകളെയും എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് നവീന ചിന്താധാര ഈ കേരളക്കരയിൽ വരുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിന്റെ അസ്തിത്വം നഷ്ടപ്പെടുമെന്ന്, അതുകൊണ്ട് മൗദൂദികളെയും വഹാബികളെയും അകറ്റി നിർത്തിക്കൊണ്ട് ഈ പരിശുദ്ധ ദീന് സിറാത്തുൽ മുസ്തഖീം, ഈ ഉജ്ജുവായ മാർഗം അത് ഈ കേരളക്കരയിൽ അടുത്ത തലമുറക്ക് കൈമാറേണ്ടതിന്റെ ആവശ്യകത അത് സൂചിപ്പിച്ചുകൊണ്ടാണ്, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് 926 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിറവികൊള്ളുന്നത്. അന്നിവിടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ബിദഈ ആശയങ്ങള്, നവീന ചിന്താധാരകള് ഈ കേരളത്തിൽ അങ്ങനെ നടക്കട്ടെ, നമുക്കൊന്നായിക്കൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ഇപ്പോൾ ഒരു ഫിർക്കത്ത് വേണ്ട, ഇപ്പോൾ ഒരു ഐനൈക്യം വേണ്ട, ഇപ്പം സമസ്ത എന്നൊരു സംഘത്തിന് രൂപം നൽകേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ കേൾക്കുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ബാ അലവി വരക്കൽ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അത് തന്നെയാണ് നമുക്കിന്നും പറയാനുള്ളത്. ആദർശ പോരാട്ടത്തിൽ 1, 2, 3 ആദർശം പരിശുദ്ധ ദീനിന് മുൻഗണന നൽകണം. രാഷ്ട്രീയ പാർട്ടികൾ ഏതാകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഭൗതികമായിട്ട് സമ്പാദിക്കുന്നതിന് കുഴപ്പമില്ല, ഭൗതികമായിട്ട് കച്ചവടം ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഭൗതികമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഹലാലായ രൂപത്തിൽ എന്ത് നടത്തുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന ആ പരിശുദ്ധ വാക്യത്തിന്റെ പിന്നാമ്പറന്നു നോക്കുമ്പോൾ, ആ പരിശുദ്ധ വാക്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പടച്ച തമ്പുരാൻ നമ്മെ ശ്രദ്ധിച്ചത് റബ്ബിനെ ആരാധിക്കുക എന്നുള്ളത് മാത്രമാണ്. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ആ ആരാധന, മുസൽമാനെ സംബന്ധിച്ചിടത്തോളം റബ്ബിന് വഴിപ്പെടുക എന്നുള്ളത്, റബ്ബിന്റെ കലാം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്, തൗഹീദ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഒരു കാലഘട്ടത്തിലും അവസാനത്തെ ഒരു കുട്ടി ബാക്കിയാവുമ്പോൾ പോലും ഈ ദീനിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയണം. 100 വർഷം ഇവിടെ നടന്നിട്ട് ഒന്നും നേടാൻ കഴിയാത്ത പരിശുദ്ധ അഹ്ലുസുന്ന വൽ ജമാഅയെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഇതിന്റെ മറ പൊളിക്കാനും ഇതിന്റെ അസ്തിത്വം നഷ്ടപ്പെടുത്താനും ഇതിനെ ഈ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നിഷ്കാസനം ചെയ്യാനും സർവ്വ കാര്യങ്ങളും സർവ്വ ഇടപാടുകളും നടത്തിയിട്ട് നടക്കാത്തൊരു കൂട്ടരാണ്. അവസാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി CIC-യുടെ പേരിൽ ഒരാളൊരു ചാരനെ കൊണ്ടുവന്നുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള ഈ ആദർശ പ്രസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കാര്യമെന്ത് തന്നെയായാലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ കാര്യത്തിൽ സമസ്ത കേന്ദ്ര മുശാവറയിൽ അംഗമൊന്നുമല്ല ഹക്കീം മൗലവി. എന്നാൽ പോലും ആദർശ വ്യതിയാനം പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അദ്ദേഹത്തെ മാറ്റി നിർത്തി. നിലവിലെ കാഴ്ചപ്പാടിൽ നിലവിലെ അവസ്ഥയിലേക്ക് കാര്യങ്ങളിലേക്ക് നേരിട്ട് വന്നാൽ ഈ CIC വിഷയവുമായി ബന്ധപ്പെട്ട് കുറെ കാലത്തെ പ്രശ്നങ്ങളാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ആദർശപരമായിട്ട് യോജിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് CIC-യുടെ സെക്രട്ടറി എന്നുള്ള ഹക്കീം ഫൈസിക്ക് എത്ര നടപടിയെടുത്തത്. CIC പറ്റൂല എന്നോ വാഫി കോളേജുകൾ പറ്റൂല സംസ്ഥ തീരുമാനിച്ചിട്ടില്ല, ഇയാള് പറ്റൂല എന്ന് തീരുമാനിച്ചു. പക്ഷെ ഇയാളെ പിറകെ കൊടിപിടിച്ച് കുറെ ആളുകളെ നടത്തി കൊടുത്തു. എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1934-35 രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിക്ക് കേരളക്കരയിലുള്ള ഏത് സൊസൈറ്റിക്കും, അതിന്റെ ജനറൽ ബോഡിക്ക്, അതിന്റെ വർക്കിംഗ് കമ്മിറ്റിക്ക്, അതിന്റെ ഉന്നതാധികാര സമിതിക്ക് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം വിദ്യാരാജ്യത്തുണ്ട്. 926 രൂപീകൃതമായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 934-35 രജിസ്റ്റർ ചെയ്ത ഭരണഘടനയുള്ള ബൈലോയുള്ള ഒരു സൊസൈറ്റിയാണ്. സമസ്ത തീരുമാനമെടുക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് യോജിക്കുകയോ ഒരു കുഴപ്പമില്ല. സമസ്ത എന്നല്ല ഏത് കക്ഷികൾ തീരുമാനം എടുക്കുമ്പോൾ അതിനോട് വിയോജിക്കാം, ജനാധിപത്യ രൂപത്തിൽ വിയോജിക്കാം, സഹിഷ്ണുതയോടെ വിയോജിക്കാം. ഈ കാര്യങ്ങളല്ലാതെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾ കിട്ടാവുന്ന ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ 100 വർഷക്കാലം മൗദൂദികൾക്കും വഹാബികൾക്കും കഴിയാത്ത കാലം ഉള്ളിൽ നിന്നുകൊണ്ട് ചാരപ്പടിയെടുത്തുകൊണ്ട്, പരിശുദ്ധ ദീനിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചാരപ്പടിയെടുത്തുകൊണ്ട് ചില സുഹൃത്തുക്കളെ കാര്യം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ അസ്ഗർ അലി ഫൈസിയെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപനമായ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്നും മാറ്റി നിർത്തിയ അല്ലെങ്കിൽ പുറത്താക്കിയ ഒരു പ്രതിഷേധ പരിപാടി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ആൾ സംഘടിപ്പിച്ച മീറ്റിംഗ് ആണിത്. പട്ടിക്കാട് ജാമിയ നൂരിയക്കെതിരെ ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധിക്കുന്നു എന്ന് പറയുന്നതിൽ കഴമ്പില്ല.
പട്ടിക്കാട് ജാമിയ നൂരിയ സമസ്തയുടെ സ്ഥാപനമാണ്. അന്നും ഇന്നും എന്നും പട്ടിക്കാട് ജാമിയ സമസ്തയുടെ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിർദ്ദേശിച്ച അല്ലെങ്കിൽ സമസ്തയുടെ ബൈലോ അനുസരിച്ചുകൊണ്ട് പട്ടിക്കാട് ജാമിയ നൂരിയ പ്രവർത്തിക്കണം. അതില് അർഹതപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ അവർ സ്വയം പുറത്തു പോകണമെന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. അതിനർഹതയുള്ള ആൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്വന്തം സ്ഥാപനമായ പട്ടിക്കാട് ജാമിയ നൂരിയ ആർക്കും കയറി മേയാവുന്നൊരു അവസ്ഥയിലേക്ക് അതിന്റെ മാനേജിംഗ് കമ്മിറ്റി അതിലേക്ക് വരാൻ പാടില്ല. അസ്ഹറിൽ ഫൈസിയെ പുറത്താക്ക, മറ്റുള്ള ആളുകളുണ്ടെങ്കിൽ ആദർശ വ്യതിയാനുള്ള ആളുകൾ ഉള്ളിൽ കിടക്കുമ്പോൾ അവരെ പുറത്താക്കിയിട്ട് ആദർശം പറയുന്നതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട അസ്ഹറിൽ ഫൈസിയെ പുറത്താക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധമായ മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ ധിക്കാരമാണ്. അത് പ്രതികാര നടപടിയാണ്. അതുകൊണ്ട് അതിന്റെ നിലക്ക് ജനാധിപത്യ രൂപത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വന്യ വയോധികരായ തഖ്വയുള്ള പണ്ഡിതന്മാർ അവർക്ക് മറ്റ് ഭീഷണിക്ക് മുമ്പിൽ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോൾ അതേ നാണയത്തെ തിരിച്ചടിക്കാൻ കഴിയില്ല. അതേ നാണയത്തിൽ അങ്ങനെ ഒരു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പട്ടിക്കാട് ജാമിയ നൂരിയ ചരിത്രത്തിൽ പറഞ്ഞു കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിടത്തോളം ജാമിയ നൂരിയയുടെ കമ്മിറ്റി റമദാൻ മാസത്തിൽ ചേർന്നതായിട്ട് ആർക്കും അറിവില്ല എന്ന് അന്വേഷിച്ചൊക്കെ പറഞ്ഞു. പരിശുദ്ധ റമദാൻ, അത് റമദാൻ 27 തലേദിവസം 26 ഇത്ര തെടുക്കപ്പെട്ട് ജാമിയ മാനേജിംഗ് കമ്മിറ്റി വിളിച്ച് അസ്ഹറിൽ ഫൈസിയെ പുറത്താക്കിയിട്ട് പ്രശ്നങ്ങൾ അതിനെതിരെ ആരെങ്കിലും പറയുമ്പോൾ റമദാൻ മാസത്തിൽ ഫിത്നയുണ്ടാക്കുന്നു എന്നാ മറുപടി. അസ്ഹറിൽ ഫൈസിയെ പുറത്താക്കി, അത് ശരിയായ നടപടിയല്ല. സമസ്ത മുശാവറ അങ്ങാണ് അസ്ഹറിൽ ഫൈസി. അതുകൊണ്ട് അവിടെയുള്ള നിയമനങ്ങളും ഒഴിവാക്കലൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അറിഞ്ഞുകൊണ്ടായിരിക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 11 മുശാവറ മെമ്പർമാരെങ്കിലും പട്ടിക്കാട് ജാമിയയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ വേണോ? ഇതിവിടെ ആളുകളെ എടുക്കുന്നതിനും ജനറൽ ബോഡിയിൽ എടുക്കുന്നതിനും വർക്കിംഗ് കമ്മിറ്റിയിൽ എടുക്കുന്നതിനും ഉസ്താദുമാരെ നിയമിക്കുന്നതിനും ഉസ്താദുമാരെ ഒഴിവാക്കുന്നതിനൊക്കെ കൃത്യമായ മാനദണ്ഡമുണ്ട്. അത് ശരിയല്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധ റമദാനിൽ ഒരു കൂട്ടം ആളുകൾ ഫിത്ന ഉണ്ടാക്കുന്നു എന്നും മറുപടി. ആരോടാ എന്താ പറയേണ്ടത്? ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നെഞ്ചോട് മാറോട് ചേർത്ത ഒരുപാട് സ്ഥാപനങ്ങൾ ധിക്കാരം കൊണ്ട് അല്ലെങ്കിൽ മസിൽ പവർ കൊണ്ട് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും പറയാ, പള്ളികളിലുള്ള ഉസ്താദുമാരെയൊക്കെ മദ്രസയിലുള്ള മുഅല്ലിമീങ്ങളെയൊക്കെ മാനേജ്മെന്റ് കമ്മിറ്റികളെ ഒക്കെ തന്നെ പിരിച്ചുവിട്ടാലും ധിക്കാരം പ്രവർത്തിച്ചാലും എന്തൊക്കെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചാലും പടച്ച തമ്പുരാന്റെ അപാരമായ തൗഫീഖ് കൊണ്ടുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് എത്തിച്ചു തന്ന ഈ പരിശുദ്ധ ദീന് അതിവിടെ ഉറപ്പിച്ചു നിർത്താൻ അവസാനത്തെ അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ ഖാദിമും ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിവിടെ നിലനിർത്താൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. അതിനാരൊക്കെ എന്തൊക്കെ തടസ്സങ്ങളും മസിൽ പവർ ഉപയോഗിച്ചാലും അവർക്കൊന്നും ഈ പരിശുദ്ധ ദീനിനെ പടച്ച തമ്പുരാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഈ ദീനിനെ ഹാമാനും കാറൂനും നമ്രൂദും അബൂജഹലും മറ്റൊരു കാലപ്രവാഹത്തിൽ ഒരുപാട് ഭീകരന്മാർ, ഒരുപാട് അതിഭീകരന്മാരായ ആളുകള്, ഒരുപാട് ഗജപോക്കിരികള്, വീരശൂര പരാക്രമികള് അവരൊന്നും വിചാരിച്ചിട്ട് ഈ ഭൂമുഖത്ത് നിന്ന് 1 ഇഞ്ച് മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്ത പരിശുദ്ധ ദീന് അത് ഈ കാലഘട്ടത്തിലെ കേവലം കോമാളികളായ ചില ആളുകൾ വിചാരിച്ചാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിന്റെ സംഘങ്ങളെയും അതിന്റെ ഖാദിമീങ്ങളെയും നിശബ്ദരാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് ശുദ്ധ ഭാഷയിൽ പറഞ്ഞാൽ മൗഢ്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എല്ലാ കാര്യത്തിനും നമ്മളൊരു വിഭാഗീയ പ്രവർത്തനത്തിനുമില്ല. പ്രചരിപ്പിക്കപ്പെടുന്നത് വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പോഷകഘടകങ്ങൾ. സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ, ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾ, അതിൻ്റെ ഖാദിമീങ്ങൾ, അവരുടെ ബാധ്യത. സമസ്ത ഹക്കീം ഫൈസിക്കത്തിന് നടപടിയെടുത്തപ്പോൾ നമ്മൾ അതിൽ ഉറച്ചു നിന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിവന്യരായ സാരഥി സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തവ്വറല്ലാഹു അംറഹു ആമീൻ തങ്ങളും MT ഉസ്താദു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മലപ്പുറത്ത് വെച്ച് വിശദീകരണം നടത്തി. ഇതിങ്ങനെയൊക്കെ പുറത്താക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്ന് വിശദീകരിച്ചു. നമ്മളത് ഗ്രാമാന്തരങ്ങൾ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനും സുന്നി യുവജന സംഘവും ഉൾപ്പെടെയുള്ള
ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളായ പോഷകഘടകങ്ങളായ ആളുകൾ വിശദീകരിച്ചു. തുടർന്ന് ആദർശ സമ്മേളനങ്ങൾ നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. നമ്മളെ വിളിപ്പിച്ച് എന്താ 25 ആളുകൾ, 2 ഭാഗത്ത് നിന്ന് 25 ആളുകൾ വേണോ, അവരുടെ ഒരു ചർച്ച വെക്കണമെന്ന് പറഞ്ഞു. ഈ കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി. ബഹുമാന്യനായ MT ഉസ്താദിന്റെയും ജിഫ്രി തങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തി. ഒരു ഡേറ്റ് വെച്ച് പറഞ്ഞപ്പോൾ ചില പ്രയാസങ്ങൾ, ചില കാര്യങ്ങളുണ്ട്. സംസാരിച്ചു, അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് 2 കൂട്ടർ 25 വന്നിരുന്നിട്ടുള്ള ഒരു പ്രയാസകരമായ ഒരു അവസ്ഥയുടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ MT ഉസ്താദ് ഈ അമീർ ഫൈസി അമ്പലക്കടവിനെ വിളിച്ചു പറഞ്ഞു, എന്നാൽ പിന്നെ മുഷാവറൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് മീറ്റിംഗ് കൂടാം. എന്നിട്ട് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഏത് തരത്തിലാണ് മീറ്റിംഗ് കൂടുന്നത് എന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞു. ബഹുമാന്യനായ MT അബ്ദുള്ള മുസ്ലിം പിറ്റേന്ന് ഈ മീറ്റിങ്ങിൽ ആരും പോയില്ല. സമസ്തക്ക് എതിരാണ്, ധിക്കാരമാണ്, മറ്റതാണ് മറിച്ചതാണ്, ആനയാണ്, കുതിരയാണ്, ചേനയാണ്, തേങ്ങ എന്നൊക്കെ പറഞ്ഞ് വമ്പിച്ച പ്രയാസ. നമ്മൾ ആ കാര്യം ഉസ്താദുമാരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞ് അവർ കൂടി പറഞ്ഞ് തീരുമാനിച്ചതാണ് മുഷാവറ കഴിഞ്ഞിട്ട് മീറ്റിംഗ് ഇരിക്കാം. അത് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു 10-10 ഒരു ചർച്ച മാർച്ച് 1-ാം തീയതി റമദാന്റെ തൊട്ട് മുമ്പ് മാർച്ച് 1-ന് 10-10 ഒരു ചർച്ച വിളിപ്പിച്ചു. നമ്മളതിൽ പോയി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ചെയ്തത്, എന്താണ് ധിക്കാരമുണ്ടോ, എന്താണ് വേറെന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. ഒരു കാര്യമില്ല. ഉസ്താദ്മാർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ഉസ്താദ്മാരോട് പറഞ്ഞു, നിങ്ങൾ മുഷാവറ എടുത്ത തീരുമാനം ഞങ്ങൾ അത് പ്രയോഗവൽക്കരിക്കുകയാണ്, അതിലപ്പുറത്തൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന വിഷയങ്ങൾ 5 കാര്യങ്ങൾ ഇത് പറയാനുണ്ട്. അതവിടെ സബ്മിറ്റ് ചെയ്തു, പറഞ്ഞു, എഴുതി രേഖ കൊടുത്തു. മറ്റുള്ള ആളുകൾക്ക് അവർക്ക് പറയാനുള്ളത് അവരും പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി മാർച്ച് 1-ാം തീയതി നല്ല അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. മധ്യസ്ഥന്മാർ, കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഗത്ഭരായ മധ്യസ്ഥന്മാർ 5 പേര് അങ്ങനെ ഇരുന്ന് അവരെ വിളിപ്പിച്ച് അവിടെയാണ് പോയത്. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യുക, പത്രക്കാരെ കൂടി കൂട്ടി വിളിച്ച്, മീഡിയയെ കൂടി വിളിച്ചിട്ട് അവിടുന്ന് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ആരും ഒരു കാര്യങ്ങളും പ്രയാസകരമായ ഒരു അവസ്ഥ, പോസ്റ്റോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു കാര്യവും നമ്മുടെ ഈ പ്രയാസങ്ങളെ പരിഹരിക്കാൻ റമദാനിന് ശേഷമോ നമ്മൾ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങളെ കൂടി വിളിപ്പിച്ച് ഇതൊക്കെ പരിഹരിച്ച് നമുക്ക് നന്നായിട്ട് പോകണം. സമസ്തയുടെ 100-ാം വാർഷികം വരികയാണ്. ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവരുത്. വെറുതെ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ കാര്യങ്ങളാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് ആരും ഒന്നും പാടില്ല. ഒരു കാര്യവും ക്ലാരിറ്റിക്ക് വേണ്ടി 1-2 കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു. അതും ഒന്നും വേണ്ട, ആരും ഒന്നും വേണ്ട. അങ്ങനെ വല്ല പ്രയാസം ഉണ്ടാക്കിയ നടപടി വരെ എടുക്കും എന്നുള്ള ഒരു സൂചനയും പറഞ്ഞു. അങ്ങനെ പിരിഞ്ഞു പോയി. മാർച്ച് 1-ാം തീയതി ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ ആളുകൾ, ഞാൻ പറയാ ആ മധ്യസ്ഥ വേദിയിലുള്ള ആളുകൾ തന്നെ അവർ കാര്യങ്ങൾ പൊട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഈ മസ്ലഹത്ത് 2 കക്ഷികൾ എന്ന് പറഞ്ഞ് ഇരുത്തിയ ആളുകളല്ല, മധ്യസ്ഥ വേദിയിലുള്ള ആളുകൾ തന്നെ ഈ കാര്യങ്ങൾ പൊട്ടിക്കുന്ന ഒരവസ്ഥയാണ് റമദാൻ 26-ാം തീയതി പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ ഒരേ സമയം ന്യായാധിപനും ഒരേ സമയം വേട്ടക്കാരനുമാകുന്ന സമീപനം കേരളക്കരയിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ ഈ അവസ്ഥ മുസ്ലിം ഉമ്മത്ത് അടിച്ചു പിരിയേണ്ട ഒരവസ്ഥയിലേക്ക്, ഫിർക്കത്തിലേക്ക് പോകൂ, ഉറപ്പായിട്ടും പോകും. വഖഫ് ബില്ലുണ്ട് കേരളക്കര. ഇന്ത്യയിലുള്ള അവസ്ഥ മനസ്സിലാക്കാത്തത് കൊണ്ടൊന്നുമല്ല പറയുന്നത്. ഇന്ത്യയിൽ ഫാസിസം അതിവേഗം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ ഈ ഫാസിസത്തിനെതിരായിട്ട് മതേതര കൂട്ടായ്മ ഒരു ഭാഗത്ത് രൂപപ്പെടുത്തുന്നു, ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ സഹോദരന്മാരെ ചേർത്ത് പിടിക്കുന്നു, ഒരു ഭാഗത്ത് അമുസ്ലിം സഹോദരന്മാരെ ചേർത്ത് പിടിക്കുന്നു, ഒരു ഭാഗത്ത് തബ്ലീഗ് ജമാഅത്തിനെ ചേർത്ത് പിടിക്കുന്നു, ഒരു ഭാഗത്ത് മൗദൂദികളെ ചേർത്ത് പിടിക്കുന്നു, ഒരു ഭാഗത്ത് വഹാബികളെ ചേർത്ത് പിടിക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളെ മാത്രം ചേർത്ത് പിടിക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. ജനാധിപത്യ മതേതര ചേരിയെ ഒന്നിപ്പിക്കണമെങ്കിൽ ആദ്യം സ്വന്തം കുടുംബത്തിലുള്ള ഈ സമസ്തയുടെ പ്രവർത്തകരെ ഒന്നിപ്പിക്കാൻ ശേഷി വേണ്ടേ? ആർക്കും കഴിയാത്തത് കൊണ്ടല്ല. എല്ലാ വിഷയങ്ങളും തീർക്കാൻ ഒരു അരമണിക്കൂർ, 30 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന ആളുകളാണ് കേരളക്കരയിലെ നമ്മുടെ നേതാക്കൾ. പക്ഷെ വേണ്ടെന്ന് വെക്കുന്നു പ്രതികാര നടപടികൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഹാമാനും നമ്രൂദും ഫിർഔനൊക്കെ ഇവിടെ നിന്ന് കളിച്ചിട്ട് ഈ ധിക്കാരം, പടച്ച തമ്പുരാനെ തീരെ ഇഷ്ടമില്ലാത്ത ധിക്കാരം, അത് നമ്മുടെ ആളുകൾ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി നടത്തുന്ന
ഒരു പ്രവർത്തനത്തിനും അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കുന്നത് മാത്രമല്ല, മറ്റു ഒരു കാര്യത്തിനും തുടർച്ചയായിട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം അതേത് ഭാഗത്ത് നിന്ന് വന്നാലും ബഹുമാനപ്പെട്ട സമസ്തയുടെ ഖാദിമീങ്ങൾ അത് ചെറുക്കുക തന്നെ ചെയ്യും, പോരാട്ടം നടത്തി തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സഹിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.